ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കൃഷ്ണ കൂടത്തിങ്ങൾ. അപ്പോൾ നമ്മളെ ഓണത്തോടനുബന്ധിച്ച് കന്യാകുമാരിക്ക് ഒരു 1 ഡേ ഫാമിലി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരം കേട്ടോ നമ്മൾ പോയേ. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. പിന്നെ നമ്മൾ രാവിലെ തന്നെ കന്യാകുമാരി എത്തി കേട്ടോ. നമ്മൾ പെട്ടെന്ന് റെഡിയായി സൂര്യോദയം കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 6 മണിക്കാരൻ്റെ പുള്ളിക്കാരൻ വന്നപ്പോഴേക്കും 6:15 ഈ മഹാനെ കാണാൻ വേണ്ടി അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേ. തിരിച്ചു വന്നപ്പോഴേക്കും ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടിയിട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വിവേകാനന്ദ പാറയിൽ പോകാൻ വേണ്ടി ക്യൂവിൽ നിൽക്കണേ. 2 ടൈപ്പ് ടിക്കറ്റ് ഉണ്ട് നമുക്കവിടെ, 75 രൂപേൻ്റെയും 300 രൂപേൻ്റെയും. നമ്മൾ 75ൻ്റെ എടുത്തുകൊണ്ട് ട്രെയിൻ പോലെ നീളുണ്ടായിരുന്നു കേട്ടോ ക്യൂവിന്. പിന്നെ ഇന്നലെ പോയിട്ടും വെയിലായതുകൊണ്ട് എല്ലാവരും കുറേ കണ്ണാടയും തൊപ്പിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അവസാനം കുറേ ക്യൂ നിന്ന് നമ്മളവിടെ എത്തിയിട്ടോ. നമ്മളിപ്പോൾ ബോട്ടിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണേ. കയറുന്ന സമയത്ത് അവർ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ തരും. അതിട്ടിട്ട് വേണം നമ്മൾ പോവാൻ. പിന്നെ എല്ലാവരുടെയും പെടലി ഒഴുക്കിയതുപോലെ ആയിരുന്നു കേട്ടോ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കാണാൻ. ഇതാട്ടോ നമ്മുടെ കന്യാകുമാരി ക്ഷേത്രം. പിന്നെ നമ്മൾ 300 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താലും 75 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താലും നമുക്ക് അവിടെ പോയിട്ട് 30 രൂപേൻ്റെ ടിക്കറ്റ് എടുക്കണം. അല്ലാണ്ട് നമ്മളവർ കയറ്റി വിടില്ല കേട്ടോ ഇതൊന്നും കാണാൻ. പിന്നെ നമ്മൾ ബോട്ടൊക്കെ അവിടെ എത്തി നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണേ. നമ്മളവിടെ എത്തിയൊരു കൊട്ടയിലേക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഇടണം കേട്ടോ. നമ്മൾ 30 രൂപ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണേ. പിന്നെ നമ്മളെല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കയറി പോവാണ് കേട്ടോ. നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്ത് കയറാം കേട്ടോ അങ്ങോട്ട്. കറക്റ്റ് എണ്ണൊക്കെ നോക്കിയാണ് അവർ കയറ്റി വിടുള്ളൂ നമ്മളെ. പാറൊക്കെ ചൂടായിട്ട് കാലൊക്കെ പൊള്ളയുന്നേ. പക്ഷേ ഈ വെള്ള പെയിൻ്റ് അടിച്ചെടുത്ത് മാത്രം നമുക്ക് നടക്കാൻ നല്ല സുഖമുണ്ടായി. ചൂടൊന്നും ഉണ്ടായില്ല അങ്ങനെ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് പുറത്തുള്ള വിഷ്വൽസ് മാത്രമേ നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ അകത്ത് കന്യാകുമാരി ദേവിയുടെ കാൽപാദം പതിഞ്ഞ പാറയായിരുന്നു കേട്ടോ. പിന്നെ ഈ കടൽ താണ്ടിയാണ് വിവേകാനന്ദ സ്വാമി ഇവിടെ ഒന്ന് തപസ്സിരുന്നത്. എൻ്റെ വലിയ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. നല്ല കാറ്റായിരുന്നു മുകളിൽ. അതായിരുന്നു ഈ വെയിലിനൊക്കെ ഞങ്ങൾക്കൊരു ആശ്വാസമായിട്ടുണ്ടായത്.
കാല് കൊള്ളണ ചൂടത്ത് ഈ കാറ്റ് വന്നപ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു കേട്ടോ എൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ അകത്ത് ശ്രീ വിവേകാനന്ദ സ്വാമിയുടെ ഗുരുവായ ശ്രീരാമ പരമഹംസരുടെ ഒരു ഫോട്ടോയും അതുപോലെ വിവേകാനന്ദ സ്വാമിയുടെ ഒരു ശില്പവും കൂടിയായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്തുണ്ടായത്. പിന്നെ നമ്മളെല്ലാവരും കൂടി അകത്തൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കൂടി കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തേ. ഇവിടെ നോക്കുമ്പോൾ കടലാണ്, സൂപ്പർ വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു മഴവെള്ള സംഭരണി ഉണ്ടായിരുന്നേ. ഇത് നിറയെ മീനുകളായിരുന്നു കേട്ടോ. ഏത് മീനാന്നൊന്നും കാണാൻ പറ്റിയില്ല, മൊത്തം തരി പോലെ മീനുകളായിരുന്നു കേട്ടോ മൊത്തം. പിന്നെ എല്ലാവരും ഇതൊക്കെ കണ്ട് കറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തലയുണ്ടായ തൊപ്പിയൊക്കെ പറന്നോട്ട് കാറ്റടിച്ചിട്ട് എങ്ങനെയോ പിടിച്ച് വെക്കണേ തൊപ്പിയൊക്കെ. പിന്നെ എല്ലാവരും കൂടി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ച് ബോട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് പോകാനുള്ള ബോട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങി നിർത്തി കൊട്ടേരിക്ക് ജാക്കറ്റൊക്കെ എടുത്തിടാട്ടോ. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ ജാക്കറ്റൊക്കെ തന്നെ. ചിലവർ അതൊന്നും നോക്കാണ്ട് ഈ വാഴക്കൊല കൊണ്ടുപോകണല്ലാണ് ഈ ജാക്കറ്റൊക്കെ എടുത്തുകൊണ്ട് പോണത്. പിന്നെ ഈ സ്ഥലത്താണ് ഞങ്ങൾ രാവിലെ സൂര്യോദയം കാണാൻ വന്നത്. തിങ്ങിക്കൂടി എന്നിട്ടോട് ജനങ്ങൾ രാവിലെ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ജാക്കറ്റ് കൂരി വെച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് പോവാട്ടോ.
പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് വിവേകാനന്ദ കേന്ദ്രയിലാണ്. നമുക്ക് അധികം സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയുള്ള കാഴ്ചകൾ കുറേ കാഴ്ചൻ്റെ ഇവിടെ കാണാൻ, പക്ഷെ നമുക്കൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയില്ല. ആകെ ഒരു 5-10 മിനിറ്റ് നമ്മളിവിടെ നിന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാട്ടോ. അവിടെ വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഫോണൊന്നും എടുക്കാണ്ടാണ് പോയത്. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ.